ലെമിൻ യമാൽ നമുക്കൊരു വാഗ്ദാനം തന്നിരുന്നു. ലോകകപ്പ് ഫൈനലിൽ സ്പെയിൻ ജയിക്കുകയും ലോകകപ്പ് സ്പെയിൻ നേടുകയും ചെയ്താൽ അടുത്ത സീസണിൽ താൻ താടിയും മീശയും വെച്ചുകൊണ്ട് കളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം എപ്പോഴും ക്ലീൻ ഷേവ് ലുക്കിലാണ് കളിക്കാറിങ്ങിയിരുന്നത്. അപ്പൊ അദ്ദേഹം അന്ന് നമുക്കൊരു വാക്ക് തന്നിരുന്നു. അപ്പൊ ഇന്നലെ ബാർസലോണയുടെ മത്സരം കണ്ടവർക്കറിയാം, ഇപ്പൊ യമാൽ താടിയും മീശയും വളർത്താൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. രസമൊക്കെ ഉണ്ട് കാണാൻ. ഞാൻ വിചാരിച്ചു ശരിക്കും ബോറായിരിക്കുമെന്നാണ്, പക്ഷെ ഇല്ല, നല്ല ഭംഗിയുണ്ട്. ഇപ്പോ എന്താ പറയാ, കുറച്ച് താടിയും കുറച്ച് മീശയെ വന്നിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം പൂർണ്ണമായി വളർത്തുമെന്നാണ് നമുക്ക് വാക്ക് തന്നിരിക്കുന്നത്. അത് കാണാൻ നല്ല രസമായിരിക്കും. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹതാരം മാർക്ക് കുക്കറയെ പറഞ്ഞിരുന്നു, ഞാൻ കോച്ചിന്റെ പടം എന്റെ കയ്യിൽ ടാറ്റു അടിക്കുമെന്ന് പറഞ്ഞിരുന്നു. കുക്കറയെ പറഞ്ഞ കാര്യം പിറ്റത്തെ ആഴ്ച തന്നെ ചെയ്തിരിക്കുന്നു. അവരെ കോച്ചിന്റെ സ്പാനിഷ് പരിശീലകന്റെ, ലോകകപ്പ് നേടിയ പരിശീലകന്റെ പടം കറക്റ്റായിട്ട് അദ്ദേഹം കയ്യിൽ ടാറ്റു അടിക്കുന്നു നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബാർസലോണയിൽ ഇപ്പൊ റാഫിന എപ്പോഴും ക്ലീൻ ഷേവിൽ കണ്ടിരുന്ന താരാണ്. അദ്ദേഹം മീശ മാത്രം വെച്ചുകൊണ്ട് ഇതാ ഇപ്പൊ കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്നലത്തെ മത്സരം കണ്ടവർക്കറിയാം. സോ വിച്ച് മീൻസ് ബാർസലോണയ്ക്ക് ഇതൊരു ഷേവ് ചെയ്യാത്ത, എന്താ പറയാ, എല്ലാ പ്ലേയേഴ്സും കൂടി ഒരുമിച്ചെടുത്ത ഡിസിഷനാണ്. ഷേവ് ചെയ്യാണ്ട് എന്താ പറയാ കുറച്ചാൾ കളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ റാഫിനൊക്കെ ഒരിക്കലും ക്ലീൻ ഷേവ് അല്ലാണ്ട് ഇറങ്ങാത്ത ആളാണ്. യമാലിന് കൂട്ടായിട്ട് ഇറങ്ങിയതാണോ എന്നറിയില്ല, പക്ഷെ മീശ മാത്രം വെച്ച് നല്ല രസമുണ്ടായിരുന്നു റാഫിനെ കാണാം. റാഫിനെ ഇപ്പൊ നമ്മുടെ ബാർസലോണയുടെ ക്യാപ്റ്റൻ കൂടിയാണ്. ഈ സീസണിലെ ക്യാപ്റ്റൻ ചുമതലയും കൂടി റാഫിനെയാണ് നോക്കാൻ പോകുന്നത്. സോ രണ്ടുപേരും, യമാലും റാഫിനെയും, രണ്ട് വിങ്ങുകളിൽ കുതിക്കുന്ന താരങ്ങൾ, എന്താ പറയാ, താടി മീശയൊക്കെ വളർത്തി അവരാകെ വേറെ ലുക്കിലാണ് വരുന്നത്. പുതിയ സീസൺ പുതിയ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കാം. എനിവേ രണ്ടുപേരും ലുക്കൊക്കെ മാറി, ഇനി കളിയും അതുപോലെ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.